മാതാവിനും കർത്താവിനും 1000 നന്ദി. എൻ്റെ പേര് ഡോക്ടർ ഷെഫീന മേരി ഫിലിപ്പ്. ഞാൻ എറണാകുളം ജില്ല വരാപ്പുഴ അടുത്ത് വള്ളുവള്ളി എന്ന ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2019 ഒക്ടോബർ 19 അന്ന് എടുക്കാൻ കാരണമായത് എൻ്റെ നീറ്റ് MDS എക്സാമിന് വേണ്ടിയിട്ടാണ്. BDS കഴിഞ്ഞിട്ട് MDSന് സീറ്റിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ് നീറ്റ് MDS. അതെടുത്ത് ആ വർഷം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു എൻ്റെ. എഴുതി ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് എഴുതിയത്. പക്ഷെ അത് എനിക്ക് കിട്ടിയില്ല. എന്നിട്ടും ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എന്നിട്ട് ഞാൻ 1 വർഷത്തേക്കായിട്ട് ഞാൻ ദാവൻഗരയിൽ കോച്ചിങ്ങിന് വേണ്ടി പോയി. അപ്പോഴും ഞാൻ അവിടെ പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ തൈലം യൂസ് ചെയ്യുകയും കാശുരൂപം വെച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ ആ എക്സാം ആ വർഷത്തെ ഞാൻ എക്സാം എഴുതി. അന്ന് എനിക്ക് മാതാവ് ഓൾ ഇന്ത്യയിൽ 334ാമത്തെ റാങ്കിൽ എന്നെ അനുഗ്രഹിച്ചു. അപ്പോഴും ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതിൽ നല്ല റാങ്കായിട്ട് പോലും അതിൽ എനിക്ക് ഒരു ക്ലിനിക്കൽ സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു വലിയൊരു ഡൗട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, എന്നാലും ഞാൻ വിശ്വാസം വിട്ടില്ല, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാം പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു റൂള് വന്നത്, ഓൾ ഇന്ത്യയിൽ 15% OBC റിസർവേഷന് വേണ്ടിയിട്ട്. ഞാൻ ലാറ്റിൻ കാത്തലിക് ആയതുകൊണ്ട് എനിക്ക് ആ റിസർവേഷൻ കിട്ടി. അങ്ങനെ എനിക്ക് ക്ലിനിക്കൽ സീറ്റ് മാത്രമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രോസ്റ്റോഡോണ്ടിക്സിൽ എനിക്ക് സീറ്റ് കിട്ടി. ആ റൂള് ഉണ്ടെന്നോ അങ്ങനെ എന്തെന്നോ എനിക്കറിയില്ലായിരുന്നു. ആ ഒരു കേസ് 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസുമായിരുന്നു. അങ്ങനെ എനിക്കതിനെപ്പറ്റി ഒരു വിവരം ഉണ്ടായില്ല. പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു കേസ്, ഇതിന് വിധി വന്നു. അങ്ങനെ 15% OBCക്കാർക്ക് റിസർവേഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ കുറച്ച് റാങ്ക് മുന്നോട്ട് എൻ്റെ വന്ന് എനിക്ക് വേണ്ട സീറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് സീറ്റ് കിട്ടി. ഇന്ന് ഞാൻ ഫൈനൽ ഇയർ MDS സ്റ്റുഡൻ്റാണ്, ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് അമൃത്സറിൽ. മാതാവ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണോന്നറിയില്ല, എൻ്റെ കേരള റാങ്കും 52 ഓൾറെഡി അവിടെ സീറ്റ് ഓൾ ഇന്ത്യയിൽ സീറ്റ് എടുത്തുകൊണ്ട് എനിക്ക് നാട്ടിൽ ഫില്ല് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ലിസ്റ്റ് നോക്കിയപ്പോഴാണ് എൻ്റെ താഴെയുള്ള ഒരാൾക്കാണ് സെയിം ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടിയത്. അതും വലിയൊരു ഇതായിരുന്നു എനിക്ക് അവിടെയും കിട്ടിയില്ലെങ്കിൽ മാതാവ് എനിക്ക് നാട്ടിലും സീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു എക്സാം എഴുതിയായിരുന്നു. എയിംസ് പോലെ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടായ PGI ചണ്ഡീഗഡ്. അവിടെയും എൻ്റെ ഓൾ ഇന്ത്യ കാറ്റഗറി റാങ്ക് 5 അവിടെ എനിക്ക് ജൂനിയർ ഇൻറ്റേൺഷിപ്പായിട്ട് 6 മന്ത്സിൻ്റെ ഒരു ഇത് കിട്ടി, അപ്പോയിൻറ്റ്മെൻറ്റ് ലെറ്റർ കിട്ടിയായിരുന്നു. ഇതൊക്കെയാണ് ദൈവം എനിക്ക് തന്ന, മാതാവും കർത്താവും തന്ന അനുഗ്രഹങ്ങൾ. ഉടമ്പടി കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയതും. എല്ലാ ദിവസവും ഞാൻ തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ തൈലം യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ തൈലം പൂശിക്കൊണ്ടും മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം വെച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ എക്സാമും എഴുതാൻ പോയിട്ടുള്ളതും. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്തിനും. അച്ഛൻ പറഞ്ഞ പോലെ വിശ്വാസത്തിനേക്കാളും കൂടുതൽ ഇപ്പം എനിക്ക് വിശ്വസ്തതയാണുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത ആ ഒരു സമയത്ത് തന്നെയാണ് എൻ്റെ അനിയൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിൻ്റെ ഒരു പേപ്പർ അവൻ എഴുതിക്കൊണ്ടിരുന്നത്. ഭയങ്കര പാടായിരുന്നു. പക്ഷേ ആ ഒരു എല്ലാ പേപ്പറും അവൻ 2-3 അറ്റംപ്റ്റിലാണ് എഴുതിയെടുക്കുന്നത്. പക്ഷേ ആ ഉടമ്പടി വെച്ച് ആ പ്രാവശ്യം എഴുതിയ ആ പേപ്പർ ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ അവനെ എഴുതിയെടുക്കാനായിട്ട് മാതാവ് സഹായിച്ചു. ദൈവത്തിനും മാതാവിനും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവം പുറപ്പാടിൻ്റെ പുസ്തകം 33:19 എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എന്നാണ് തിരുവചനം പറയുക. കർത്താവിൻ്റെ ഇഷ്ടം നേടുന്നവരാകുവാൻ ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മുടെ തന്നെ ജീവിതത്തെ നാം മാറ്റുമ്പോൾ പിന്നീട് ദൈവം സംപ്രീതനാകുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഈ മകള് നീറ്റ് MDS എഴുതുകയും അതിൽ തൻ്റെ റാങ്ക് എന്താണെന്നും തനിക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുവാനൊക്കെ ഇടയായത്, അത് 10 വർഷമായിട്ട് ഒരു കേസിൽ കടന്നിരുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ ഒരു റൂൾ ഓഫ് ലോ അവിടെ വരുന്നു. അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഈ മകൾക്ക് 334ാമത്തെ ഓൾ ഇന്ത്യ റാങ്കാണ്. പിന്നീട് അത് അമൃത്സറിലാണ് ഈ മകൾക്ക് കിട്ടുന്നത്. GDS അമൃത്സറിലാണ് കിട്ടുന്നത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും അതേ സമയം തന്നെ 53ാമത്തെ റാങ്ക് ആണോ?
52ാമത്തെ റാങ്കായിരുന്നു. ഇവിടെയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം തന്നെ ചേർത്ത് പിടിച്ച നിമിഷങ്ങളായിരുന്നു തൻ്റെ അഡ്മിഷൻ്റെ നിമിഷങ്ങളെന്നാണ് ഈ മകൾ പറയുക. ഒരിക്കലും ലഭിക്കില്ലാത്ത സാഹചര്യങ്ങളും സാധ്യതകളുമാണ് തനിക്ക് മുമ്പിൽ തെളിഞ്ഞത്. ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവുമൊക്കെ ഈ മകൾ എങ്ങനെ പരീക്ഷയുടെ സമയത്ത് അമ്മയെ കൂടെ കൊണ്ടുപോകുന്ന ഒരു ഫീലിങ്സാണ് പല കുട്ടികളും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ പറയുന്നത്. പല പ്രൊഫഷണൽ ലൈഫിലൊക്കെ പല രീതിയിൽ ജീവിതത്തിൻ്റെ പല തുറകളിലുള്ളവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എങ്ങനെയാണ് അവരുടെ വിശ്വാസ ജീവിതം വളർന്നതെന്നും വിശ്വസ്തരായിരിക്കുവാൻ ഈ മകൾ അതാണ് പ്രത്യേകം പറഞ്ഞത്. വിശ്വാസത്തേക്കാൾ അധികമായി വിശ്വസ്തയായിരിക്കുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം കർത്താവിനോട് കൂടിയുള്ള ജീവിതം നയിക്കുമ്പോൾ ദൈവം തന്നെ എടുത്തുയർത്തിയ സാക്ഷ്യം പറയുകയാണ് ഈ മകൾ. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.